തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്ക് നവീകരണത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഭരണസമിതി ലക്ഷങ്ങൾ തട്ടിയെന്ന ആരോപണവുമായി ബി.ജെ.പി. രംഗത്ത്. നവീകരണത്തിനായി പദ്ധതിയിലെ തുക പൂർണ്ണമായും വിനിയോഗിച്ചില്ലെന്നും ആരോപണമുണ്ട്. ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാർക്കിന്റെ തിരക്കിട്ട നവീകരണത്തിന്റെ ആവശ്യകത എന്താണ് എന്നാണ് ബി.ജെ.പി. ചോദിക്കുന്നത്. വിശദാംശങ്ങളുമായി എസ് പി ശ്രീനന്ദയാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീനന്ദ, ഗുരുതരമായ ആക്ഷേപമാണ് ബി.ജെ.പി. ഉന്നയിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും രാഖി, ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ബി.ജെ.പി. കൗൺസിലർമാരടക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. 1,50,00,000 രൂപ മുടക്കി ചെലവഴിച്ച ഒരു ഗാന്ധി പാർക്കിന്റെ നിർമ്മാണത്തിലാണ് ഇപ്പോൾ അപാകതകളും അതുപോലെ തന്നെ ആ പണം മുഴുവനായി വിനിയോഗിച്ചിട്ടില്ല എന്നുള്ള ഒരു ആരോപണവുമായി ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള യാതൊരുവിധ കാര്യങ്ങളും ഗാന്ധി പാർക്കിൽ നിലവിലില്ലായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും രൂപ ചെലവഴിച്ച് ഇങ്ങനൊരു നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു പ്രഹസനം നടത്തുകയുണ്ടായതെന്നൊരു ചോദ്യമാണ് ഇവിടെ കൗൺസിലർമാർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ ഒരു ഗാന്ധി പാർക്കിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ആ ഉദ്ഘാടനം മാറ്റിവെക്കുകയുണ്ടായി. കാലാവസ്ഥയും മറ്റ് പ്രതികൂല സാഹചര്യങ്ങളും എന്നൊക്കെയാണ് അവർ നമുക്ക് ഇതിനായുള്ള മറുപടിയായി തരുന്നത്. പക്ഷേ ഇതൊന്നുമല്ല, ഈ ഒരു അവിടെ നടത്തിയ അഴിമതി ജനങ്ങൾ കണ്ടുപിടിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദ്യം ചെയ്യുമെന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഈ പാർക്കിന്റെ നിർമ്മാണവും അതുപോലെ തന്നെ പാർക്കിന്റെ ഉദ്ഘാടനവും മാറ്റിവെക്കാനുള്ള സ്ഥിതി ഉണ്ടായതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും കോടി രൂപ ചെലവഴിച്ച് ഈ ഒരു പാർക്കിന്റെ നവീകരണം നടത്തിയതിന്റെ ആവശ്യകത എന്തെന്ന് സർക്കാരും അതുപോലെ തന്നെ നഗരസഭയും കൃത്യമായി പറയണമെന്നൊരു കാര്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്ത് വന്നാലും ഈ ഒരു പാർക്കിൽ നവീകരിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവിടെ മുൻപും ആളുകൾ വന്നിരിക്കാറുണ്ട്. ജനങ്ങൾ എല്ലാവരും ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാ പേരും തന്നെ വിനോദസഞ്ചാരികൾ അടക്കമുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാവരും തന്നെ കുറച്ചു നേരമെങ്കിലും ഒന്ന് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഗാന്ധി പാർക്ക്. അപ്പോൾ അത്രയും അവിടെ എല്ലാവിധ സുരക്ഷിതത്വങ്ങളും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഗാന്ധി പാർക്കിൽ വീണ്ടും ഒരു നവീകരണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് സർക്കാർ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. 2024 ഈ ഒരു പാർക്കിന്റെ നവീകരണം വേണമെന്നുള്ളൊരു ആവശ്യം നഗരസഭ പറയുകയുണ്ടായത്. ശേഷം ഇത്രയും കോടി 1,50,00,000 രൂപ, അത്രയും കോടി രൂപ അവിടെ ചെലവഴിച്ചതായി കാണുന്നില്ല എന്നൊരു കാര്യം ഇവിടെ ബി.ജെ.പി. കൗൺസിലർമാർ പറയുന്നു. അത് തികച്ചും ശരിയാണ്. അത്രയും കോടി രൂപ ചെലവഴിച്ച തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്ക് നവീകരണത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഭരണസമിതി ലക്ഷങ്ങൾ തട്ടിയെന്ന ആരോപണമാണ് ബി.ജെ.പി. ഉന്നയിക്കുന്നത്. നവീകരണത്തിനായി പദ്ധതിയിലെ തുക പൂർണ്ണമായി വിനിയോഗിച്ചില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാർക്കാണത്. ആ പാർക്കിന്റെ തിരക്കിട്ട നവീകരണത്തിന്റെ ആവശ്യകത എന്തായിരുന്നു എന്ന ചോദ്യവും ബി.ജെ.പി. ഉന്നയിക്കുന്നുണ്ട്. ശ്രീനന്ദയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.